പോയത് 2 ചാക്ക് അരി, കിട്ടിയത് 10 ചാക്ക് ഇടി. പയ്യെ കഴിക്കടാ, നെഞ്ചിന്റെ ചത്തു. കഴിച്ചോ കഴിച്ചോ, നിനക്ക് വേണ്ടിയില്ല ഞാൻ ഈ സമരത്തിന് തിരികൊളുത്തിയത്. എല്ലാരും കഴിച്ചോ, വയറ് നിറച്ച് കഴിച്ചോ. നിങ്ങൾ കഞ്ഞി കുടിക്കുമ്പോ നിറയുന്നത് എന്റെ വയറാ. വെള്ളം ഇറക്കിയിട്ടായിരിക്കും. ഞാനാ നിങ്ങൾക്ക് വേണ്ടി പോരാടിയത്. ഗാന്ധിജിയെ പോലെ, AKജിയെ പോലെ, മാവോ സേതുവിനെ പോലെ. പുന്നപ്പുറ വയലാർ സമരം കഴിഞ്ഞാൽ ഇതുപോലൊരു സമരം നടന്നിട്ടില്ല സഖാക്കളെ. പുന്നപ്പുറ വയലാർ സമരം അതെന്ത് സമരമാണ്? അതായത് പുന്നപ്പുറ കൂടി വയലാർ ഒഴുക്കണമെന്ന് ഒരു കൂട്ടൻ, ഒഴുക്കത്തില്ലെന്ന് മറ്റേ കൂട്ടൻ. നമ്മുടെ കാവേരി നദി പ്രശ്നമില്ലേ, അതുപോലെ. എന്നിട്ട് വയലാറങ്ങോട്ട് ഒഴുക്കി. വയലാർ എവിടെ വീട്ടില്, അല്ലാണ്ട് അങ്ങോട്ട് ഒഴുക്കാൻ. അങ്ങനെയല്ലേ വയലാർ രവി എന്ന് പേരിട്ടാൻ കാരണം. എന്തൊരു അറിവ്. പക്ഷെ എനിക്കതിന്റെ അഹങ്കാരമൊന്നുമില്ല. ഞാൻ സിമ്പിളാ, സിമ്പിൾ കാപാടിയാ. കഞ്ഞിക്ക് എന്തൊരു സാധാരണ. ഒത്തിരി നാളോടി കുടിക്കുന്നുണ്ട്. ആ കങ്കാണിയും കൂട്ടരും പകരം ചോദിക്കാൻ വരുവോ അണ്ണാ? വന്നവന്റെ ഒക്കെ കഷ്ടകാലം കൊന്ന് കൊലവിളിക്കും ഞാൻ. ഛർദിലൊക്കെ മാറിയാ? മാറി. എന്താ ശിവണ്ണ മുഖത്തൊരു ഗൗരവം? പായല് കഞ്ഞി വേണ്ട, എന്റെ പങ്കിന് ഇത്തിരി കഴിക്കണം. നിന്റെ കെട്ടിയവന് കൊണ്ടുകൊണ്ടി പൊടി. ദേഷ്യം കാണാൻ നല്ല ചന്തവാ. നോക്കിക്കാണ് മൂപ്പ. കിട്ടാതിരുന്ന് ഒരു നേരം കഞ്ഞി കുടിച്ച് പള്ള വീത്തപ്പോ അവക്ക് അലക്കം വെച്ചല്ലേ ദാണ്ട കണ്ട. ഇക്കണക്കിന് 3 നേരം കഞ്ഞി കൊടുത്തിട്ടിരുന്നെങ്കിൽ മൂപ്പൻ വരെ ഊരുവിട്ട് ഓടിയാണ്. അത് നിനക്ക് കഴകത്തില്ലാത്തോണ്ടാ. എനിക്ക് കഴകത്തോണ്ടാന്ന് ഞാൻ ഇപ്പൊ കാണിച്ചതാ. എന്റെ വ്യാകുലമായ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാൻ വയ്യെന്നോടാവോ. കള്ളും കഞ്ചാവ് കുടിച്ച് വാറാവണത് കണ്ടിട്ടുണ്ട്. കഞ്ഞി കുടിച്ച് വാറാവണത് ആദ്യമായിട്ട് കാണുന്നതാണ്. നീ പൊക്കോ. നീയായിരുന്നാ? എനിക്കിത്തിരി തേൻ തരോ? എന്നാ വേണ്ട, കൊണ്ട കൊടുത്ത് കാശ് മേടിച്ചോ. അങ്ങനെ പോവല്ലേ പെണ്ണെ, ഇന്ന് കൊറേ തേൻ കിട്ടിയ ദിവസമാണ്. കുടിച്ചോ. ഞാനും കുറച്ച് തേൻ കുടിച്ചോട്ടെ. കയ്യിലല്ലേ ഇരിക്കണേ, എടുത്ത് കുടിച്ചോ. എനിക്ക് വേണ്ടതേ ഈ തേനാ. എന്താ നാണിച്ചോടിയത്? പിന്നെ വേണ്ടാതീനം പറഞ്ഞ മനുഷ്യൻ നാണിക്കില്ലേ? ഞാൻ ഒരു കാര്യം പറയാതിരിക്കായിരുന്നു. എന്ത് കാര്യം? നമുക്കൊരുമിച്ചൊരു സിനിമ കാണാൻ പോവാം. അതിന് പട്ടണത്തിൽ പോണ്ടേ? ഏയ്, പട്ടണത്തിലൊന്നും പോകണ്ട. ഇവിടെ 6 നാഴിക നടന്നാ മതി. 30 കിലോമീറ്റർ. അവിടെ ഒരു സിനിമ കോട്ടയുണ്ട്. ഞാൻ ചന്ത പോയപ്പോ കണ്ടതല്ലേ. സിനിമയാ? ആ, പറഞ്ഞാ നിനക്ക് വിശ്വസിക്കാൻ പറ്റൂല. അത്രയ്ക്ക് രസമല്ലേ തൂമ്പോലാർച്ച. അതിലാരോ മച്ചോവനായിട്ട് പ്രേമൻ നസീറിന്റെ ഒരു ലവ് സീനുണ്ട്. കോരിത്തരിച്ചു പോവും. അത്രയ്ക്ക് രസാ? പിന്നല്ലാണ്ട്. ഇതെന്താ? ഇതാരോ മച്ചോവന്റെ വാളല്ലേ, കണ്ടോ? മണ്ടിപ്പെണ്ണെ, തൂമ്പോലാർച്ച, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിനക്ക് ഈ ആരോപിച്ചോവന് കളരി പമ്പര ദൈവങ്ങളാണ്. ഈ തൂമ്പോലാർച്ചയാണ് സത്യം. ഇന്നൊക്കെ 41-ാം നാൾ നിന്റെ കെട്ടിൽ ഞാൻ താലി കെട്ടും. സത്യം അസത്യം അസത്യം. ഉടില്ലാത്തിട്ട് ചുട്ടുകാരിച്ച് കൊന്നുകളെ ഞാൻ. ഒറ്റ എണ്ണത്തിൽ വിടരുത്.
എവിടാ ശിവനും ചന്ദ്രു? അങ്ങനെ രണ്ടാളും ഇവിടെ ഉണ്ടാ കറമ്പ ഉണ്ടെങ്കിലും പറയല്ലേ ആണ്ട്. വരണം. സാറേ ഒറ്റ വിളിച്ചോ നിക്കണവിടെ. അവിടെ നിൽക്കാനാ പറഞ്ഞേ. എന്താണ് നിന്റെ പേര്? ചന്ദ്രു. നായിന്റെ മോനെ കളിച്ച് കളിച്ച് കളി സർക്കാരിന്റെ നെഞ്ചത്തായോളാ. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ വണ്ടി നടന്ന് തല്ലാനും സർക്കാരിന്റെ അരി കൊള്ളയടിക്കാനും നീക്ക് ആരാണ്? നക്സലേറ്റോ? പറയാ കഴിവറോ മോനെ. അത് ഞങ്ങളുടെ അരി തന്നെയാണ് ഏമാനെ. ഗവൺമെന്റ് ഞങ്ങൾക്ക് തന്നെ അരി മുഴുവനും ഇയാളാണ് കണ്ടെടുക്കുന്നത്. നുണയാ സാറേ. എന്റെ ഈ ആശാനുണ്ടല്ലോ നേരെ ഇളയനിയനാ. കഴുത്തറുത്തിട്ടാലും കള്ളവേ പറയൂ. സത്യമാണ് സാർ. ഈ കാട്ടുകള്ളന്മാർക്ക് വേണ്ടി സർക്കാരിന്റെ കാല് പിടിച്ചാണ് സാർ ഞാൻ സൗജന്യ റേഷൻ ഉണ്ടാക്കുന്നത്. അയ്യോ എന്റെ തലയിലെ മോനെ. അയ്യോ ഓട്ടിച്ച അരി മുഴുവൻ എടുത്തോണ്ട് പോണോ? അതിനെ എടുക്കാൻ പറ്റില്ല മോനെ. എന്താടാ കാര്യം? അതിന് കൊണ്ടുപോകാൻ പറ്റില്ല മോനെ. എന്താ കാര്യം? അത് മുഴുവനും ഞങ്ങൾ ഏമാൻ അത് ഈ രണ്ട് കള്ളന്മാരെ വിലങ്ങം വെക്കും. എന്നിട്ട് ഞങ്ങളുടെ ബാക്കി എല്ലാവരും കൂടി മേടിച്ചതാ. ധിക്കാരം കേട്ടോ സാർ, ധിക്കാരം. കാശ് എത്ര മേടിക്കുന്നതാ സാർ? നോക്ക് സാർ, 500 രൂപയാണ്. അയ്യോ 10. അയ്യോ 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 വേണ്ട മോനെ. അയ്യോ തോമസേ ഇമാരെ തൂക്കി ചീറ്റിക്കട്ടെ. അയ്യോ ഞങ്ങളത് ചെയ്തല്ല. ചന്ദ്രു എന്തിനാണ് ഇവനാണ് സാറേ കാട്ടിലെ നേതാവ് ശിവൻ. ഇവൻ ഇടിച്ചെടിയാ സാറേ എന്റെ കിട്ടി കലക്കിയത്. കള്ള റാസ്കൾ വട്ടാപ്പാല് പിടിച്ചു പറയും മോഷണം അല്ലാടാ പണി. പാവപ്പെട്ടവരെ പിടിച്ചു പരിജീവിക്കണ ഇവന്മാരെയാണ് ഞാൻ ആദ്യം തല്ലേണ്ടത്. എന്തു പറഞ്ഞാണെന്ന് അറിയും. കണ്ട സാറേ നിങ്ങളുടെ മുമ്പിൽ ചേട്ടൻ തല്ലി അടിച്ചവരുടെ കൈ കയറി തല്ലി ഓടിക്കും സാറേ. മോനെ എന്താണോ ഇവിടെ മൂന്നാം ലോക മഹായുദ്ധം? സർ, ക്രിമിനലുകളുടെ കോളനി ഇത്. സിവിൽ സപ്ലൈസിന്റെ വണ്ടി തടഞ്ഞു നിർത്തി അരി തട്ടിയെടുത്തോമാരാ ഇവര്. ജില്ലാ കളക്ടർ ബന്ദിയാക്കിയവരുടെ ഗ്രൂപ്പിൽപ്പെടുന്നവരാ സാർ. ഓഹോ, ഇത്രയും വലിയ ക്രിമിനൽസിനെ പിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി കാണുമല്ലോ. ഈ കാട് കയറി ഒരുപാട് ബുദ്ധിമുട്ടി സാർ. പിന്നെ രാജപ്പൻ ഉണ്ടായിരുന്നോണ്ട് സ്ഥലം കണ്ടു. ഓ, ഇയാളാണോ കങ്കാണി രാജപ്പൻ? അയ്യോ സാറിന് പോലും എന്റെ പേരറിയാം. എന്റെ നേതൃത്വത്തിലാണ് സാർ റൈഡൊക്കെ നടന്നത്. ഞാൻ പൊന്നപ്പൻ ആസാന്റെ ശിഷ്യനാണ്. സാറിന് എന്ത് സൗകര്യം വേണമെങ്കിലും ഞാൻ ഈ കാട്ടിൽ ഒപ്പിച്ചുതരാം. താങ്ക് യു മിസ്റ്റർ രാജപ്പൻ. അയ്യോ കഴിവറ മോനെ, പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടി കൈയിട്ട് വാരി നീ പണക്കാരനാവാൻ നോക്കുവല്ലേ? നിന്റെ പിച്ചക്കാശും മേടിച്ചോണ്ട് എന്ത് തന്തയില്ലായ്ക്കും കൂട്ടു നിൽക്കാൻ കുറെ പോലീസ് സേമാന്മാരെ കിട്ടിയിട്ടുണ്ടല്ലോ കങ്കാണി രാജപ്പന്. കൂട്ടിക്കൊടുത്തും കാല് പിടിച്ചും നീ നടത്തുന്ന കള്ളക്കളി ബാക്കി ആരും അറിയില്ലെന്ന് കരുതിയല്ലേ? അയ്യോ സാറേ ഞാനങ്ങനെയുള്ള ആളല്ല. ഞാൻ ഡീസന്റാ. അതെ ഡീസന്റ് രാജപ്പനെ വിളിക്കാറുണ്ട്. അവന്റെ അമ്മയുടെ ഡീസൻ അങ്ങോട്ട് മാറിക്കടാ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വണ്ടിയാണോ അതോ നീ മോട്ടിച്ച് പൊള്ളാച്ചിക്കൊണ്ടേ അരിലോറിയാണോ ഇവര് തടഞ്ഞത്? അരിയോ മോഷ്ടിച്ചോ? ആര് ഞാനാ സാറാ? അയ്യോ സാറിന് അറിയാൻ പാടത്തോടല്ലേ ഈ ആശല്ലേ ഹരിശ്ചന്ദ്രൻ. അയ്യോ റാസ്കൽ, നീ മോട്ടിച്ച് കടത്തിയ അരിലോറിയല്ലേ ഇവര് പിടിച്ചത്? അയ്യോ സത്യമായിട്ടും ഞാൻ മോഷ്ടിച്ച അരിലോറിയാണ് സാർ. കേട്ടല്ലോ ഏമാമാരുടെ കേസ് അന്വേഷണത്തിന്റെ സത്യം. നിന്നെയൊക്കെ പോലെ അനീതിക്ക് കൂട്ടു നിൽക്കുന്ന പോലീസുകാരെയാണ് ആദ്യം കയ്യാമം വെച്ച് തുറുങ്കിലടക്കേണ്ടത്. എവിടെ തന്റെ സർക്കിൾ അദ്ദേഹം?
ഒന്നും ചെയ്യരുതേ മോനെ. ഒന്നും ചെയ്യത്തില്ലടി പെണ്ണെ. ഒരു ഉമ്മ തരാൻ പോവല്ലേ? വേണ്ട മോനെ. കാക്കിക്കുപ്പായ ഇട്ടോണ്ട് പാവം പെമ്പിള്ളാരുടെ തുണി അടിക്കാൻ നോക്കുന്നോ? ഇയാൾ നമ്മുടെ ചെമ്പകത്തിൽ കയറി പിടിച്ച് ശിവണ്ണ. ദ്രോഹി! ക്ഷമിക്കണേ മോനെ, ഇയാളെന്റെ പെങ്ങളെ. പെങ്ങക്കൊന്നും പറ്റിയില്ല. പോലീസുകാരെ തല്ലാനും മാത്രം നീ ആരാ ഇവിടുത്തെ കാട്ടുരാജാവോ? തെമ്മാടിത്തരം കാണിച്ചോണ്ടല്ലോ കൊന്നു കുടിച്ചു മുടിഞ്ഞാൻ. ഏമോ വേണമെങ്കിൽ എന്നെ കൊന്നു, പക്ഷെ എനിക്ക് എന്റെ ജീവനേക്കാൾ വലുത് എന്റെ ചെമ്പകം. അവൾ ആരെങ്കിലും തൊട്ടാ അവനെ ഞാൻ ഈ ഭൂമി വെച്ചേക്കില്ല. കണ്ടോ സാറേ, ഇവന്റെ ധിക്കാരം കേട്ടില്ലേ? ഡ്യൂട്ടിയിലുള്ള പോലീസ് ഓഫീസറെ തല്ലി എറണി. തൊട്ടുപോരവനെ ഇത്രയും വലിയ വൃത്തികേട് കാണിച്ച തന്നെ തല്ലുകല്ല കൊല്ലണമായിരുന്നു. ഈ പട്ടിണി പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടും പോരാ, അവരുടെ പെമ്പിള്ളാരെ കൂടെ വേണം CA-മാൻ അല്ലേ? ഈ കുപ്പായം ഇനി താൻ ഇടേണ്ടി വരില്ല. എവിടെയാടോ കങ്കാണി രാജപ്പൻ? ഇവിടുണ്ടേ. തന്റെ റേഷൻ കോൺട്രാക്ട് ഇന്നത്തോടെ നിർത്തിക്കോണം. നിർത്തിയേക്കാമേ. കഴിഞ്ഞ 2 മാസമായി ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് മൂട്ടിച്ചെടുത്ത റേഷൻ മുഴുവൻ ഉടനെ തിരിച്ചു കൊടുത്തിരിക്കണം. ഇനി നിങ്ങൾ റേഷൻ ആരും മോഷ്ടിക്കില്ല. മര്യാദയ്ക്കൊക്കെ ജീവിച്ചാൽ ഒരു പോലീസും ശല്യപ്പെടുത്താനും വരില്ല. ഹലോ അമ്മേ, ഞാനാ. മോനെ കുട്ട, നീ എവിടുന്നാ? ഇന്നലെ രാത്രി അമ്മ കാത്തിരുന്നു. എന്തേ വരാഞ്ഞേ? വരാൻ പറ്റിയില്ലമ്മേ. ടൗണിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ അകലെ ഒരു കൊടും കാട്ടില്ല ഞാനിപ്പോ. കാട്ടിലെന്താ മോനെ പോലീസുകാർക്ക് കാര്യം? ഇവിടെ ഒരു കേസ് അന്വേഷണത്തിന് വന്നതാ. പക്ഷെ അമ്മ അതിമനോഹരമായ സ്ഥലം, റിയലി ബ്യൂട്ടിഫുൾ. ഏതായാലും 2 ദിവസം ഞാനിവിടെ നിന്നിട്ടേ വരുന്നുള്ളൂ. ഓഫീസിൽ നിന്ന് SI വിജയൻ അവിടെ വരും. എന്റെ ക്യാമറ ബാഗും ഡ്രസ്സും അയാളുടെ കൊടുത്തു വിടണം. എന്ത് സ്വഭാവാടാ നിന്റേത്? മേലെടുത്ത് കോവിലത്തെ കുട്ടിയാ നീ. ആ കാക്കിയും തൊപ്പി IPS ഒക്കെ ഊരിക്കൊടുത്തിട്ട് ഇനി പോരെന്റെ കുട്ടിയെ. സുഭദ്രാമ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഈ വനസൗന്ദര്യം മൊത്തം ഫിലിമിലാക്കിയിട്ട്